ഡാൻസ് കോമ്പറ്റീഷൻസ് എന്ന് പറയുമ്പോൾ സ്റ്റേജിൽ പെർഫോം ചെയ്ത് മാത്രമല്ല ഉള്ളത്, അതിൽ വേറെ ഒരു സംഭവമുണ്ട്. അതാണ് ഡാൻസ് ബാറ്റിൽസ്. അങ്ങനെ ഒരു ബാറ്റിൽ കൂടാനുള്ള പോക്കാണത്. നമ്മൾ കുക്കുസേട്ടന്റെ കെ സ്ക്വാഡ് ഡാൻസ് സ്റ്റുഡിയോയിൽ വെച്ച് കിടക്കുന്ന ഓണത്തല്ല് എന്ന് പറഞ്ഞൊരു ബാറ്റിൽ ഇവന്റ് ആണിത്. ഈ കാണുന്ന ഞാൻ സൈഫർ. എല്ലാവരും ഇങ്ങനെ സർക്കിളിൽ നിൽക്കും, എന്നിട്ട് ആരെങ്കിലും സെന്ററിലേക്ക് വന്നിട്ട് ഫ്രീ സ്റ്റൈൽ ചെയ്യും. ഇത് കോമ്പറ്റീഷൻ ആയിട്ടൊന്നുമില്ല, അതുകൊണ്ട് കപ്പൊന്നുമില്ല. ഇത് ജസ്റ്റ് ഫോർ എക്സ്ചേഞ്ചിങ്, സോഷ്യലൈസിങ് ആൻഡ് ഹാവിംഗ് ഫൺ. ഇവന്റ് സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്കും കുക്കുസേട്ടൻ വന്നു. കുറച്ചു നേരം കത്തി വെച്ച് നിന്നപ്പോഴത്തേക്കും പരിപാടികൾ സ്റ്റാർട്ടായി. ഇത് ഫൈസി, ഇദ്ദേഹമാണ് നമ്മുടെ ഇന്നത്തെ ഇവന്റിന്റെ MC. ആൻഡ് ഇതാണ് നമ്മുടെ ബാറ്റിലെ ജഡ്ജ് ആഫ്രോ. പിന്നെ DJ ആയിട്ട് നമ്മുടെ ഏൺബ്രോണുള്ള പുള്ളി ഓൾറെഡി ഫുൾ ഓൺ ഹൈപ്പ് മൂഡിലാണ്. ഇങ്ങനെയാണ് ഡാൻസ് ബാറ്റിൽ നടക്കുന്നത്. ഫൈറ്റ് ചെയ്യുന്നവർ രണ്ടുപേരും ഓപ്പോസിറ്റ് നിന്ന് കമ്പീറ്റ് ചെയ്യും. അത് നേരത്തെ പ്ലാൻ ചെയ്യുന്ന കുറയൊന്നുമല്ല. DJ പ്ലേ ചെയ്യുന്ന സോങ് അനുസരിച്ച് ഓൺ ദി സ്പോട്ടിൽ പെർഫോം ചെയ്യണം. അതിൽ നിന്നും ജഡ്ജ് ഇതുപോലെ വിന്നർ അനൗൺസ് ചെയ്യും. അവർ അടുത്ത റൗണ്ടിലേക്ക് പോകും. കമ്പീറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ യുദ്ധമാണെങ്കിലും റൗണ്ട് കഴിഞ്ഞാൽ പിന്നെ കെട്ടിപ്പിടുത്തവും സ്നേഹപ്രകടനമാണ്. അവിടുന്ന് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഈ കാഴ്ച ഞാൻ കണ്ടത്. ഇതാണ് എന്റെ മെയിൻ ആശ, സുമേഷ് ഏട്ടൻ. പുള്ളിനെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. അത് ഫ്യൂച്ചർ പോഡ്കാസ്റ്റുകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബാറ്റിലിന്റെ ഇടയ്ക്ക് എന്റെ പിള്ളേർ ഷോക്കേസ് ഉണ്ടായിരുന്നു. അതിനുവേണ്ടി കുറച്ച് മോട്ടിവേഷൻ കൊടുത്തിട്ട് പിള്ളേർ നേരെ ഷോക്കേസിന് കിട്ടി. ഒരു COG പൂശേരി. ബാറ്റിൽ കഴിഞ്ഞാൽ ഒരു ആഫ്റ്റർ പാർട്ടി നിർബന്ധമാണ്. കുറച്ച് നേരം തുള്ളിയിട്ട് ഞാൻ നേരെ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ സുമേഷിനോട് കുറച്ച് ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻസും ഡിസ്കസ് ചെയ്ത് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങി. സ്റ്റുഡിയോയിലെ പാർട്ടി കഴിഞ്ഞെങ്കിലും ബേമാക്സിലെ പാർട്ടി കുറവൊന്നുമില്ല. പിന്നെ കുറച്ച് ഞം കഴിക്കാൻ നേരത്തെ ഞങ്ങൾ നേരെ ക്ലബ് ഷവായിലേക്ക് കയറി. അപ്പൊ ചിയേഴ്സ്.